വൈശാഖ പുണ്യകാലത്തിന് നാളെ തുടക്കമാകും. 28 മുതൽ മെയ് 26 വരെയാണ് വൈശാഖം. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിലെല്ലാം അതീവ പ്രാധാന്യത്തോടെ ആചരിച്ചു വരുന്നതാണ് വൈശാഖ മാസാചരണം. മേടമാസത്തിലെ കറുത്തവാവിന്റെ പിറ്റേന്ന് പ്രഥമ മുതൽ ഇടവത്തിലെ അമാവാസി വരെയുള്ള ചന്ദ്രമാസമാണ് വൈശാഖം. വൈശാഖ മാസത്തിലെ 30 ദിവസങ്ങളും പുണ്യദിനങ്ങളാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം, ഉപവാസം, സഹസ്രനാമ ജപം, ദാനം നൽകൽ എന്നിവയാണ് വൈശാഖത്തിന്റെ പ്രത്യേകത. ബലരാമ ജയന്തി, പരശുരാമ ജയന്തി, ശ്രീശങ്കര ജയന്തി, ദത്തോത്രേയ ജയന്തി, നരസിംഹ ജയന്തി, ബുദ്ധപൂർണിമ എന്നീ വിശേഷ ദിനങ്ങൾ വൈശാഖത്തിലാണ്. വൈശാഖമാസം വിഷ്ണുവിനെ പൂജിച്ചാൽ വർഷം മുഴുവൻ വിഷ്ണു പൂജ ചെയ്ത ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏറ്റവും അധികം ഭക്തർ ദർശനത്തിനെത്തുന്ന കാലയളവാണിത്. തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്ര ദർശനത്തിന് ദിവസം പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. വൈശാഖ ആരംഭ ദിനത്തിൽ ദേവസ്വം അഷ്ടപതി സംഗീതോത്സവം നടത്തും. ബലരാമ ജയന്തി കൂടിയായ അക്ഷയ തൃതീയ ഏപ്രിൽ 30-നാണ്. ക്ഷേത്രത്തിൽ പാരമ്പര്യാവകാശികളായ ക്ഷേത്രം കഴകക്കാരുടെ വകയായി വിശേഷാൽ നിറമാല, ശ്രീലകത്ത് നെയ്വിളക്ക് എന്നിവയുമുണ്ടാകും. കാലത്തും ഉച്ചകഴിഞ്ഞ് മേളത്തോടെ കാഴ്ചശീവേലിയും രാത്രി വിളക്കെഴുന്നള്ളിപ്പുമുണ്ട്. വൈശാഖം സമാപിക്കുന്നതുവരെ ദിവസവും സന്ധ്യയ്ക്ക് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഭക്തി പ്രഭാഷണവും ഉണ്ടാകും.